അപ്പോ അയ്യേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ എനിക്ക് മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല കേട്ടോ. നന്നായിട്ടുണ്ട്. കാണില്ലേ? കണ്ടോ? അടിപൊളി അടിപൊളി. അമ്മ അതൊന്ന് തേങ്ങയില്ല ഉള്ള തേങ്ങ പൂണ്ടു തിന്നോ? അതാ ട്രൗസർ ഇടാണ്ട് ഒരാള് ഉത്തരവാദിത്വം. എന്താ ഒരു ഉത്തരവാദിത്വം. കണ്ടോ, സംക്രാന്തിയും കഴിഞ്ഞു, കർക്കിടക മാസമായിട്ടാണ് കേട്ടോ മൈലാഞ്ചി ഇരുന്നത്. ഞാൻ അരക്കണ മൈലാഞ്ചി പോയി വാങ്ങണം വിചാരിച്ചതാ, കൊണ്ടുവരണം വിചാരിച്ചാണ്, കൊണ്ടുവന്നില്ല. എങ്ങനെയുണ്ട്? കളർഫുള്ളായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. വെറുതെ കളയട്ടെ, കഴിഞ്ഞു. പൂമ്പാറ്റയൊക്കെ വരയ്ക്കാൻ നോക്കിയതാ, എന്നും പൂമ്പാറ്റയല്ലേ, പൂമ്പാറ്റ. അമ്മ ഒന്ന് വരച്ചടി. ഇത് ഇങ്ങനെ ഇതാ, ഇങ്ങനെ എട്ടിടുക, എന്നിട്ട് എട്ടിട്ടിട്ട് ഇങ്ങനെ വെക്കുക, പിന്നെ ഇതിൽ കൂടെ ഒരു എട്ടിടുക. അല്ലാത്ത പൂമ്പാറ്റ തന്നെയാണ് അല്ലേ? എന്നാണ്ടോ അമ്മൂട്ടൊക്കെയുണ്ടോ? എനിക്കറിയാം. ഞാൻ വെറുതെ വട്ടത്തിൽ ഇങ്ങനെ ഇടും, എന്നിട്ട് ഇവിടെയും ഇവിടെയൊക്കെ ഇടുള്ളൂ. പിന്നെ ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ ഇട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാ മുട്ടി ഇതങ്ങോട്ട് കൊണ്ടുവച്ചാ ഇതാ അതിൽ കണ്ടോ, റേഷൻ കടയ്ക്ക് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മുടെ ആട്ടപ്പൊടി, പിന്നെ ഇതാ മുളക് മല്ലി പൊടിപ്പിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇത് കുറേ ദിവസമായി. 1.5 കിലോ മുളകും 1.5 കിലോ മുളകും 1.5 കിലോ മല്ലിയും പൊടിപ്പിച്ച് വറുത്ത് പൊടിച്ചാട്ടോ. കുറച്ച് ദിവസം സുഖമായി വറുത്ത് പൊടിച്ചതാട്ടോ. ശരിക്കും നമ്മൾ പൊടി വാങ്ങണേക്കാൾ, ഞാൻ എപ്പോഴും പറയാറില്ലേ, പൊടി വാങ്ങണേക്കാൾ നല്ലതാണ് തേങ്ങ, ഇളനീര്. അങ്ങനെ വെറുതെ കഴിക്കാൻ രസമുണ്ട്. നിങ്ങൾക്ക് വേണം? ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് കേട്ടെ. ഇന്നത്തെ മഹാത്ഭുതം കണ്ടോ, കുറേ മാസങ്ങൾക്ക് ശേഷം മണ്ണെണ്ണ കിട്ടിയിട്ടാ റേഷൻ കടയത്തെ മണ്ണെണ്ണ കിട്ടി. മക്കളെ ഇതാണ് മണ്ണെണ്ണ, എല്ലാരും വന്ന് കണ്ടോളേ. മണ്ണെണ്ണ ഏതാന്ന് കണ്ടില്ല എന്ന് പറയാത്. ഇതെടുത്ത് കുടിക്കരുത് കേട്ടോ, നമ്മുടെ കിറ്റ്. ഇതിപ്പോ മണ്ണെണ്ണ കിട്ടല് കുറവല്ലേ? മണ്ണെണ്ണ കിട്ടല് കമ്മിയല്ലേ? ആരും പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയും കാണാത്ത സ്ഥലത്തേക്ക് പൊന്നൂനെ കിട്ടി. അതന്നെ പറഞ്ഞു, അവനറിയില്ല അതെന്താ മണ്ണെണ്ണ. പണ്ട് കുടിക്കും. ഇനി എന്താ വിളക്കില്ലേ, വിളക്ക് എടുത്തിട്ട് മുകളിൽ കയറ്റി വെച്ചേട്ടോ. കുറേ മാസമായില്ലേ ഇപ്പം മണ്ണെണ്ണ കിട്ടിയിട്ട്. എന്തായാലും കിട്ടിയേ നന്നായുള്ളൂ. അമ്മു ബായോ, കുറച്ച് തുണികളുണ്ട് എടുത്ത് വെക്കാൻ, അതെടുത്ത് വെക്കണ്ടേ? അമ്മു വാഴയെന്ന് ഞാൻ വിളിച്ചത്. അമ്മു വാഴ വാ അമ്മു. അമ്മുട്ടിന്ന് വാ. നീ ഏതോ വീട്ടിലത്തെ നായക്കുട്ടിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കഴുത്തിലൊക്കെ ബെൽറ്റ് ഇട്ടിട്ട് വരുമ്പോഴേ ഇവിടെ വീട്ടിലത്തെ പോലെ പപ്പൂൻ്റെ പോലെ വഴി മാറി പോകണാവോ? നിങ്ങളുടെ വീട്ടിൽ തന്നെ പൊക്കോളി. ഇവിടെ കയറി കിടക്കല്ലേ വരിക. അമ്മ റോട്ടിലൊരു നായക്കുട്ടിയെ കണ്ടപ്പോൾ അതിന് എറിഞ്ഞാട്ടി വിടുക. എന്താണ് ഒരു അമ്മമ്മ വന്നിട്ട് ഏതീനെ നായക്കുട്ടീനെ, അവരുടെ നായക്കുട്ടീനെ കാണാലോ പറഞ്ഞിട്ട് കരയുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. നമ്മുടെ വീട് കണ്ടോ? അത് പിന്നെ അപ്പോഴേ നമ്മൾ എന്തിനാ വെറുതെ ഇപ്പതാ നമ്മളിങ്ങനെ അവിടെന്ന് ഈ തല വരെ തുണി തോരടത്തൊക്കെയാണ് കേട്ടോ, അല്ലാതെ നിവർത്തിയില്ല. നമ്മുടെ ഉമ്മറത്തെ വാതിൽ വെച്ചു കേട്ടോ, ഉമ്മറത്തെ വാതിൽ വെച്ചു. അതാ കണ്ടോ, കാണുന്നുണ്ടോ? എന്താ മുകളിലുള്ള വാതിലും വെച്ചു കേട്ടോ. അത് രണ്ടും വാതിലിൻ്റെ പണികൾ കഴിഞ്ഞു. ജനലിൻ്റെയും വാതിലിൻ്റെയും പണി കഴിഞ്ഞു. ഇനി ഉള്ളിൽ 2 റൂമിക്ക് 2 വാതിൽ വയ്ക്കണം. പഠിക്കാനുള്ളതല്ലേ, അതല്ലേ നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ അത് ചെറുതാണ് കേട്ടോ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി റൂമിക്കുള്ള വാതിലില്ലേ, ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ ഓരോ റേറ്റ് പറയുക കേട്ടോ. നമ്മൾ എന്താ അത് റെഡിമെയ്ഡ് എടുക്കാമെന്ന് വിചാരിച്ചു. റെഡിമെയ്ഡ് വാതിൽ വാങ്ങാന്നുള്ളത്. നായക്കുട്ടിയോ? എല്ലാവർക്കും എന്തെങ്കിലും തിന്നാൻ തോന്നുന്നു അത്രേ. എന്തെങ്കിലും സുഗന്യക്ക് തിന്നാൻ തോന്നുന്നു. അമ്മോന് തിന്നാൻ ആള് എന്തെങ്കിലും വാങ്ങിയിട്ട് വായോ. ഗ്രീൻ പീസ് അല്ലേ? ചേട്ടോ ഞാനൊരു മഹാപാവല്ലടാ. ദോശയൊക്കെ കഴിഞ്ഞു. ഇനി എന്തും കൊണ്ട് ദോശ ഉണ്ടാക്കിയാന്? ഇതാ കൈപ്പയ്ക്കയും കൊണ്ട് ദോശ. കുഞ്ഞിന് തിന്നാൻ തോന്നുന്നുണ്ടാ? അമൃതം പൊടി കഴിഞ്ഞു. എന്താ തിന്നാൻ തോന്നുന്നു? കൈപ്പയ്ക്ക ചുട്ടുന്നോളൂ. വേണ്ടേ? ഇതില് മസാലയൊക്കെ തിരുമ്പിട്ടില്ലേ കൈപ്പയ്ക്ക. ചോളകളില്ലേ, അതേപോലെ ആക്കിയിട്ട് മുളകൊക്കെ തേച്ചിട്ട് അങ്ങനെ ചുട്ടുന്നോളൂ.
എന്താ തിന്നാന്ന് ഒന്നുമില്ല കേട്ടോ, എന്തെങ്കിലും വാങ്ങിട്ട് വരും. എനിക്ക് ഇനി എവിടേക്കും പോവാൻ ഈ നേരത്ത്. എന്താ ഉണ്ടാക്കപ്പെന്ന് ഉള്ളിവട ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടേ? ഉള്ളിവട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കടലമാവൊന്നുമില്ല. ഉള്ളി ഒന്ന് ട്രൗസർ ഇട്ട് കൊടുക്കടി അമ്മുട്ടിയപ്പന്. അമ്മൂനെ കാണുമ്പോഴേക്കില്ലേ പൊന്നൂനെ എന്തോരം ഇഷ്ടാച്ചിട്ട് അമ്മൂനെ. മേലെഴുകണേൻ്റെ ഗോതമ്പൊടി എടുത്തു, അതിൽ മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ നാളെ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ വാങ്ങിയതാണ് കേട്ടോ എള്ള് പതിരിക്കണം, അതും കൂടി ഇട്ടു. ഇതാ എന്തെങ്കിലും എല്ലാവർക്കും ഒരേപോലെ എന്തെങ്കിലും തിന്നണം തോന്നുമ്പോൾ പിന്നെ എന്തെങ്കിലും തിന്നാൻ തോന്നിയിട്ട് വയ്യാത്രേ. അപ്പം ഉള്ളത് ഗോതമ്പൊടിയാണ്. ഗോതമ്പൊടി എന്താ അമ്മ വന്നു പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഉപ്പുണ്ട്. ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ അമ്മ അല്ലെങ്കിലോ തടിയില്ല, അത് ഒരുപാട് ലൂസായിട്ടേ. ലൂസുള്ളത് ഇടാനാ സുഖം, കാറ്റ് കയറും. എന്താ ചൂടുകാലൊരു സാധനം ടൈറ്റ് ഉള്ളത് പാടില്ല. അമ്മൂന് ടൈറ്റ് ഉള്ളത് പാടില്ല. ഇതുണ്ടാവും. അല്ല, അമ്മൂന് ടൈറ്റ് ഉള്ളത് പാടില്ല. അതേപോലെ തന്നെ അമ്മൂനൊരു പ്രത്യേകത ഉണ്ട്. എന്തെന്നറിയോ? അമ്മ കുത്തി തിരക്കിയാണ് പറഞ്ഞിട്ട് പല ഡ്രസ്സുകളും ഇപ്പോഴും അവളിടില്ല. അവൾ ചെറുതാവുമ്പോഴും ഇടില്ല. പിന്നെ ഒരു മേക്കപ്പും ഇല്ല, ഒരു പൊട്ട് ഇടില്ല, ഒരു കണ്ണ് എഴുതില്ല. പൊട്ടൊക്കെ ഇടും, പൊട്ട് മാത്രമേ ഇടും. പൊട്ടിടോ നീ? അമ്മ പിള്ളേ എവിടെ പൊട്ടിടുന്നത്? ഞാൻ പൊട്ടിരുന്നില്ല സ്കൂളിൽ. നമ്മള് കണ്ടില്ല. ഞാൻ ഏത് പൊട്ടായിരുന്നത്? ഈ പഴം എവിടെന്ന് അത് വാങ്ങി? നല്ല വലിയ പൊട്ടെവിടെ? പഴുത്ത പഴം തന്നെ. നിങ്ങൾ പഴം തിന്നണ്ട. എവിടെ അത് മാത്രല്ല പൊട്ടിത് പൊട്ട് എനിക്ക് അത് മാത്രല്ല, അവള് പൗഡർ, ഐലൈനർ, ഇവിടെ മേക്കപ്പ് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. അതിനൊന്നും പിന്നെ ഇവർക്ക് ആവശ്യങ്ങൾ. ഞാൻ ഐറ്റക്സിന്റെ പൊട്ടിടും, തോന്നിയ പൗഡർ ഇടും, പുറത്തിറങ്ങുമ്പോൾ ഇടും കേട്ടോ. ആരും ചെയ്തിട്ടില്ല, മറ്റവർക്കും അതൊന്നും അത്ര. അജി മാത്രം. സതിയേട്ടനും അനിയേട്ടനും മാത്രം ഇവിടെ മേക്കപ്പ് ഇല്ല കേട്ടോ. ബാക്കി പെങ്ങളാണോ പറഞ്ഞു വെച്ചാലും വേണ്ടില്ല, രണ്ടാമത്തെ അനിയനാണോ വെച്ചാലും വേണ്ടില്ല, ഒക്കെ ചെയ്യും. നിർബന്ധിക്കണം. ഞാൻ കുളി കഴിഞ്ഞാലും ഇതാ അനിയേട്ടൻ വീഡിയോക്ക് വരാൻ വേണ്ടിയിട്ട് എന്നെ പറയും. എന്നെ വീഡിയോക്ക് വരുമ്പോ ഏട്ടൻ ചീത്ത അറിയും. ഒന്ന് പൊട്ടൊക്കെ ഇട്ടിട്ട് വന്നൂടെ ചോദിക്കും. അപ്പം ഞാൻ ഇടും കേട്ടോ, അല്ലെങ്കിൽ ഞാനും ഇടില്ല. നമ്മട്ട് ഇത് പശുവിൻ്റെ പാത്രത്തിൽ കൊണ്ട് എന്താ എനിക്കും പയ്യന് എന്താ ഇനി തൊടരുത്. ഇവിടുന്ന് എത്രയ്ക്ക് മുട്ടായി മേടിക്കും പൈസ? അങ്ങോട്ട് പോയിക്കോ. ഞാൻ രണ്ടെണ്ണം കഴിച്ചു. അതിന് ഈ കുട്ടികള് മുള്ളങ്കി അതെന്തിനാ ഇടുന്നത്? അതിലിടാൻ അത് വറുത്തിട്ടിടണം. അയ്യോ, എനിക്ക് അതിന്റെ പേരറിയില്ല കേട്ടോ അമ്മ. അതിന്റെ പേര് എനിക്കറിയില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛനും അറിയില്ല. എന്നിട്ട് കടക്കാരനോട് ചോദിക്കുകയോ ചെയ്തു ലാസ്റ്റ്. മുള്ളങ്കി സാമ്പാർ പേരറിയാ. ഞാൻ അച്ഛൻ റാഡിഷല്ലേ അതല്ല രസം. ഇവിടെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് കുറച്ചായപ്പോൾ
അച്ഛൻ ഈ മുള്ളങ്കിയുമായിട്ട് വന്നു ചന്തേന്ന്. ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല മുള്ളങ്കി. അങ്ങനെ മേടിക്കാറൊന്നും ഞാൻ കണ്ടിട്ട് തന്നെ അല്ല. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അന്ന് ഈ ഫോണുണ്ടോ, ഫോണിൽ നോക്കിയിട്ട് തുണിയിടുന്നതിന് ഒരു തുണി ഇടാണ് പൊരിച്ചിട്ടുണ്ടപ്പോ കുട്ടി വീടിപ്പോ അങ്ങനെയൊക്കെ മല്ലിക്കെട്ടുള്ള തുണി പിന്നെ എങ്ങനെയാ ചെറുതിട്ട് കൊടുക്കാൻ കൊടുത്തു. ഇന്നലെ എത്ര പഴമായിരുന്നു ഇവിടെ. ഇന്ന് ആർക്ക് ഇന്നലെ വെറുതെ ഇത് കൂടെ മൊത്തം അങ്ങനെ പൊളിച്ചിട്ട് കുഞ്ഞെ നുറുക്കിയിട്ട് കുഞ്ഞു പൊന്നൂസ് ഗ്രീൻ ഫ്ലാഗ് ആയി. എവിടെ തത്തമ്മ ഓടുവാ? നാളെ പണി, നാളെ അവര് ലീവാ. എവിടെ തത്തമ്മ ഓടുവാ? അവരില്ല നാളെ. തത്തമ്മ എവിടെ? കഴിഞ്ഞ ഞായറാഴ്ച ഇത് തത്തമ്മയാണോ? തത്തമ്മയാണോ? അതെ, പച്ചത്തത്തയാണ്. എങ്ങനെ ചേച്ചി ഇതെങ്ങനെ വിളിക്കുക? ചേച്ചീന്ന് എങ്ങനെ വിളിക്കുക? പറ. സമയമില്ല. അമ്മ ആ ചീനച്ചട്ടി ഒന്ന് എടുത്തിട്ട് വന്നാ. ഇത് നന്നാവോന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ തിന്നിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിലമ്മ. ഗോതമ്പ് പൊടിയും കൊണ്ട് ഞാൻ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ. മൈദയും കൊണ്ട് ഉണ്ടാക്കണ ആ ഒരു ടേസ്റ്റ് ഒന്നും ആയിരിക്കില്ല. പിന്നെ ഇപ്പൊ എന്താണെന്നറിയോ, നമ്മളിപ്പോ എല്ലാം പാടെ എല്ലാ തിരക്കുകളും കൂടിയാണ് കേട്ടോ അപ്പം നമുക്ക്. അപ്പൊ ഇനി ഇതൊക്കെ പഴംപൊരിയൊക്കെ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ നല്ലൊരു പൈസ ഇല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് പഴംപൊരിക്ക് 10 രൂപ. ഒരു പഴംപൊരിക്ക് 10 രൂപ. 10 എണ്ണം വാങ്ങണമെങ്കിൽ 11 എണ്ണം വാങ്ങണമെങ്കിൽ 110 രൂപ. കുറിഞ്ചാത്തന ഏട്ടാ, ഏട്ടാ എള്ളിട്ടയിൽ അവള് പറയാ കുറിഞ്ചാത്തനാണെന്ന്. ഞാൻ നേരെ വാതിരിക്കട്ടെ, ഞാൻ കാണിച്ചു. കുറിഞ്ചാ ഉണ്ടാക്കണത് നോക്കണേ, എന്തൊക്കെ ഇടുക എന്നുള്ളതേ. ഭാവിയിൽ ഉണ്ടാക്കണ്ടല്ലേ. ഏട്ടാ അമ്മ പറയണേ ബീഫ് ഉണ്ടെങ്കിൽ സീനാണ്. ഇപ്പൊ ബീഫിന്റെ ഉള്ളത് തിന്നെ മക്കളെ നിങ്ങളിലേട്ടാ. എപ്പോഴൊന്നുമില്ല സുമാനെ പറയാ. ഇത് ഉണ്ടാക്കുമ്പോ പറയാ. പഴംപൊരി ഉള്ളപ്പോ ബീഫ് ഉണ്ടാവില്ല, ബീഫ് ഉള്ളപ്പോ പഴംപൊരി ഉണ്ടാവും. അല്ല, രണ്ടും ഉള്ളപ്പോ അല്ലെങ്കിൽ ഈ കടയില്, രണ്ടും ഉള്ളപ്പോ കടയിൽ പോയി കടയിൽ നമ്മള് അതല്ല അറിയുന്നത്. എന്തെങ്കിലും തിന്നാൻ തോന്നുന്ന സമയത്ത് കയ്യിൽ 10 റുപ്യ ഉണ്ടാവൂല. അത് വേറെ കാര്യം. അതാണ് വലിയ കാര്യമല്ലേ ഏട്ടാ. ഇന്നിപ്പോ എന്തെങ്കിലും തിന്നണോ പറഞ്ഞ ഒറ്റ സാഹസത്തിൽ പറയുമ്പോ എന്താ എല്ലാ 1 ലക്ഷത്തിനും ഉണ്ട്. അപ്പൊ അതിൽ പൈസ ഞാനിപ്പോ എന്താ വിചാരിക്കുന്ന അറിയോ, വീടിന്റെ പണികളൊന്നും കഴിഞ്ഞു കിട്ടട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അമ്മ ഒരു പാത്രത്തിൽ പറ്റും. അതില് സ്ക്രൂ ഇതുണ്ട്. ഇവര് ഇതൊക്കെ കണ്ടിട്ടാണ് അനിയട്ടാ, നമ്മുടെ പോലെ നല്ല ഇവര് കേട്ടോ. അമ്മ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്ന കയ്യൊന്ന്. അത് മരത്തിന്റെ ചാപ്പ വീണ്ടും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ പണ്ടൊരു മണ്ണിന്റെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് പൈസ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ ആരെ നമ്മക്കൊക്കെ തരുന്നത് മണ്ണിന്റെ. ഞാൻ കണ്ടില്ല. എന്നൊരു പാത്രം കുറച്ച് വെള്ളം എടുത്തിട്ട് വന്ന. എന്താണ് ബഹളം വെക്കണ്ടാ? തിളച്ച തിന്നോ? അനക്ക് തരാം. ചൂടാ. നാളെ തന്നെ പോയി പല്ല് പറിക്കാട്ടോ. ഇപ്പൊ ഈ കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ കേട്ടോ ചെക്കന്റെ പല്ല് പറിക്കണത് ഒന്നും. അതാ പൊന്നൂസിന് കൊടുക്ക്.
ചൂട് കത്തിട്ടാ ഓ അമ്മയ്ക്ക് കൊടുക്കണം ഞാനൊക്കെ പേരില് വാങ്ങണത്. എങ്ങനെയുണ്ട്? രസണ്ടാ? കുഞ്ഞുണ്ണിക്ക് കൊടുക്ക്. രസമുണ്ടോ? പാപ്പയാണ് പാപ്പയാണ്. പിന്നെന്താ ഗോതമ്പിന്റെ ആയതുകൊണ്ട് പൊള്ളത്തില്ലാന്ന് മാത്രം. സോഡാപ്പൊടി ഒന്നും ഇട്ടാണ്ടാണ്ടി കുട്ടി ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അങ്ങോട്ട് പോവാ. എന്തൊക്കെ പോയി പറയണത്? മാത്രമേ മാമ പുളിച്ചാതി എള്ളുണ്ട് വേണ്ട പോയി പഴംപൊരി വേണ്ടല്ലോ. പഴംപൊരിയാണ് ഇതായോ? ആരോട് തെറ്റിക്കണം നിന്റെ അടുത്ത്? രസമുണ്ടോ? കഴിച്ചു നോക്കിയോ? രസമുണ്ടോ? അമ്മ ഈ പഴം കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ്. ഇത് പഴം ഇല്ലാണ്ട് അവർക്ക് ഈ മാവ് കൊണ്ട് പിന്നെ മൈദ പോലെ അല്ലല്ലോ അത്, ഗോതമ്പ് പൊടിയല്ലേ. ഏട്ടാ ഏട്ടാ അച്ചു പറഞ്ഞ പോലെ പഴം കൂട്ടിയിട്ടില്ലേ, പഴമുള്ള ഭാഗം കഴിക്കുമ്പോ നല്ല രസാ. പഴം വറുത്തിട്ട് ഐസ്ക്രീം കൊറച്ചൊരു ബലം ഉണ്ട് അല്ലേ? ഇതിപ്പോ എന്താന്നറിയോ, ഇവർക്ക് രാത്രി എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. മൈദയൊന്നുമില്ല, ഉള്ളതും കൊണ്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കട്ടെ വിചാരിച്ചു. അതിൻ്റെതായ ഒരു രുചിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നന്നോ? അപ്പോൾ മൈദയെന്ന് വെച്ചാൽ ഒന്നും കൂടി നല്ലതല്ലേ, ഇപ്പോൾ ഗോതമ്പ് പൊടിയല്ലേ. ശരിയാ, അത് ശരിയാ, കേടില്ലാത്തത് തന്നെ. എന്തായാലും കുട്ടിയോള് അവിടെ ഉണ്ട്. ഓ ഉണ്ടാക്കി രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി കുറുമ ഇതാട്ടോ, ചപ്പാത്തിയും കുറുമയും എന്താ. ഇപ്പോ ഇതാ പോരെ, എടുത്തോളി. ചൂടോടെ ഉണ്ടാക്കണത് ചൂടോടെ കഴിച്ചോട്ടെ വിചാരിച്ചു. ഇന്നെന്താണെന്നറിയോ, അവരുടെ അങ്ങോട്ട് വയറ് കഴിക്കുമല്ലോ. കുഞ്ഞൊരു പാത്രം ഞാൻ കുഞ്ഞിക്ക് കൊടുക്കാനാണ്. ഇങ്ങനെ തന്നെ എല്ലാവരും ഉണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ചിലവാകുള്ളൂ. കുട്ടികൾ കുറേ നേരം എന്തെങ്കിലും തിന്നാൻ തോന്നുന്നു. എന്താ തിന്നാൻ? അപ്പം റവ ഉണ്ടായിരുന്നു, ഉപ്മാവ് ഉണ്ടാക്കാനപ്പോൾ അതേ വീതം അത് ഉണ്ടാക്കരുതെന്ന്, ഉപ്മാവ് ഉണ്ടാക്കരുതെന്ന്. ചായ അച്ചാറും അച്ചമ്മ അത് മുളക് പൊടി ഉപ്പ് മാങ്ങയിൽ മുളക് പൊടി അല്ല മാങ്ങ തീർന്നോ അങ്ങോട്ട് ഒന്നും കൂടി ഉണ്ടാക്കാം. അപ്പോഴേ ഇതാ ഉണ്ടാക്കണം കഴിക്കട്ടെ. അമ്മയ്ക്ക് ഇഷ്ടമായമ്മ? കുഴപ്പമില്ലല്ലോ. ചെള്ളി എന്താ ഏട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവർ തിന്നണവും കൂടി പഴത്തിന് അറിയാനോ?
ചിലവരുടെ പഴംപൊരി നല്ല പഴുത്ത പഴം കൊണ്ട് അത്ര ഉണ്ടാക്കേട്ടാ. ഞാൻ പഞ്ചസാര മാവിലിട്ടിട്ടുണ്ടേ. ദാദാ വേറെ പാത്രതാ എടുത്തോളി. ഉണ്ടാക്കണ കഴിച്ചോളിന്നാ. ചൂടോടെ കഴിക്കട്ടെ. ഇതാ എല്ലാവർക്കും കൊടുക്ക്, മറ്റവർക്കൊക്കെ കൊടുക്ക്. സുകന്യേ വായോ. അവള് മുടി കഴുകട്ടേന്ന്, മുടി മേല് കഴുകട്ടേന്ന്, മുടി കഴുകട്ടേന്ന് അത് കേട്ടതൊക്കെ. എനിക്കിപ്പോ വേണ്ട. ഞാന് ഇതുണ്ടാക്കിയിട്ട് എല്ലാരും കഴിച്ചോളി നിങ്ങള്. ഇല്ലമ്മ ചാച്ചന് കൊണ്ടേ കൊടുക്ക്. ചാച്ചനെ താഴെ ക്ലബ്ബ് കൊണ്ട് കൊടുക്കേണ്ടി വരും. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇല്ലടി വെച്ചു. കുഞ്ഞച്ചല്ലേ ഇവിടെ? അമ്മ ഇനിയുള്ള കൊടുക്കണ്ട, എല്ലാതും ആയിട്ട് കൊടുക്ക്. ഇനി അല്ലാതെ നീ ആർക്കും ഇല്ല, ഇത് രണ്ടുപേർക്കും ഇല്ല. നീ നിങ്ങൾക്ക് ഇല്ലാട്ടോ. എന്ത് നീ പഴല്ല. ഞാനപ്പോ അതാവട്ടെ. ഇപ്പതാ രസമുണ്ട് കേട്ടോ കഴിക്കാനേ. ഞാൻ കഴിച്ചു നോക്കില്ല, ഒരു ശകരെ കഴിച്ചോളൂ. മധുരമുള്ളോടം കുഞ്ഞ ഒക്കെ എടുത്തിട്ട് പോയി. ഇനി ഇതായിട്ട് വേണം. പക്ഷെ ഇതിലധികം എണ്ണ പിടിച്ചിട്ടില്ല അല്ലേ? എവിടെ കത്തി കൊടുക്കണ്ട, കുഞ്ഞിന് വന്നു കഴിഞ്ഞാലൊക്കെ ഇതാക്കണ്ടേ. ഇനി ഒരു കത്തി എടുത്തിട്ട് പോയോ. ഇത് പകുതി പകുതി മുറിക്കട്ടെ, സംഭവം കഴിഞ്ഞു. കത്തി എടുത്ത് വാ. അപ്പോ എന്താ എന്താ ആർക്കും ഇല്ലാത്ത തിരക്കാണല്ലോ ഇവിടെ. ഇങ്ങനെ ചെറുതാക്കിയതാണ് ഡിഗ്രി അമ്മ. ഇല്ലാതെ നടക്കില്ല. അപ്പൊ അത് കുറച്ച് വലുതാക്കുമ്പോ ശരിയാവില്ല കേട്ടോ. അപ്പോഴേ ഇന്നലത്തെ വീഡിയോയിലാവുന്നുണ്ട്. പൊന്നു തുപ്പുമ്പോൾ അമ്മു ഒന്നിങ്ങനെ അടിച്ചു പഠിക്കേ. അപ്പോൾ അടിച്ചപ്പോൾ അവന് സങ്കടം വന്നു. ചെയ്തത് തെറ്റന്നെയാണ്, അങ്ങനെ ചെയ്യാനും പാടില്ല അമ്മൂട്ടി. പക്ഷെ അവൻ തുപ്പിയ ഇതില് ഇവിടെ എന്ത് കാട്ടിയാലും അവനൊരു കുഴപ്പമില്ല അല്ലമ്മ. അതൊന്നും വേദനിക്കാൻ വേണ്ടി ചെയ്യണല്ല. അവര് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ചെയ്തത് തെറ്റന്നെയാണ്, തെറ്റല്ലാന്ന് നമ്മൾ ഒരിക്കലും പറയേ അല്ലെങ്കിൽ നമ്മ ചെയ്തത് ശരിയാ പറഞ്ഞു കൊടുക്കുക പറഞ്ഞ പോലെ അങ്ങനെയല്ല. അവനെന്താ പറഞ്ഞു കൊടുക്കുന്നത്? അതൊക്കെ വെറുതെ ഒരു കളിയായിട്ട് കാണുന്നുണ്ട് കുട്ടികൾക്ക്. അവനത് ഇഷ്ടമാണ്, അവൾക്കും അത് ഇഷ്ടമാണെന്ന് അല്ല. ചിലവരിങ്ങനെ അവൻ അങ്ങനെ കരയണ്ടല്ലേ. അതിനനുസരിച്ച് പൊന്നൂനെ തല്ലിന്നിട്ട് ആ തല്ലൊക്കെ ഒരു തല്ലാണ്. അവന് വേദനിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങനെ നിൽക്കും. അവളെ പറഞ്ഞ അവൻ ജീവൻ കളയുന്നതാണ് കേട്ടോ, വേറെ ആരുടെ പോലെയല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ചെയ്ത തെറ്റിനെ നമ്മൾ പറഞ്ഞു കൊടുക്കാറ്. അങ്ങനെ തല്ലാൻ പാടില്ലാന്ന്, അങ്ങനെ കുട്ടീനെ തല്ലാൻ പാടില്ല. അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്യരുത് എന്ന്, അങ്ങനെ കുട്ടികളെ ചെയ്യാൻ പാടില്ലാന്ന്. അത് ചെയ്യാൻ പാടില്ല, നല്ല കാര്യമൊന്നുമല്ല. പറഞ്ഞു കൊടുക്കുക. അത് നമ്മുടെ വീട്ടില് നമുക്ക് എന്താന്നുള്ളത് അറിയാം, പുറമുള്ളവർക്ക് നമ്മളെങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. കുട്ടീനെ ചൂടാട്ടെ കേട്ടോ. അപ്പൊ ഇത്ര നേരം എവിടെയായിരുന്നു കളിച്ചിട്ട്? ഷെയ്പ്പൊക്കെ ഉണ്ട് കണ്ട, പൊന്തി വരുന്നില്ല. കുഞ്ഞുണ്ണിയെ ഇത്ര നേരം എവിടെയായിരുന്നു? അപ്പോഴേ എന്താ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തെറ്റന്നെയാണ്. അത് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മളത് അംഗീകരിക്കും, അത് പറഞ്ഞ് മനസ്സിലാക്കി. അവരെപ്പോഴും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ കിച്ചു ആണോ ചില അച്ചു ആണോ ചില എല്ലാവരും അങ്ങനെ തന്നെ ആവുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനല്ലേ, മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലില്ലേ നമ്മൾ നിർത്തുകയാണേ. ഇതാണ്ടോ ഉണ്ടാക്കി നോക്കിട്ടോ. മൈദ അല്ലെങ്കിലും ഇതേം കൊണ്ടൊക്കെ ഉണ്ടാക്കണവരുണ്ടാവും. പൊന്തായൊന്നുമില്ല. അതാണ്ടോ പൊന്തൊക്കെ ചെയ്ത് സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇനിയും പൊന്തും. ഓ സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമല്ല, മഴ ഉണ്ടാവും. നമ്മൾ അതിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് മാത്രമില്ലെങ്കിലേ ഇങ്ങനെ മൈദ ഉണ്ടാക്കിയിട്ട്, മൈദ ഗോതമ്പൊടി ഉണ്ടാക്കിയിട്ടില്ലേ, നമുക്ക് വെറുതെ ഒരു മുട്ടയുടെ വെള്ളിയും പാടെ കൂട്ടിയിട്ട് ഉള്ളിവട പോലെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചെറുതായിട്ട്
ഉള്ളിവടെ മുട്ട കടയിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴേക്കല്ലേ വയറൊക്കെ കൂടി എന്തോ പോലെ ആയിരുന്നില്ലേ. അതൊക്കെ ഇപ്പൊ ആ ഉള്ളിവടയൊക്കെ അങ്ങനെ പൊള്ളം സോഡാപ്പൊടി ഇട്ട് തന്നെ അറിഞ്ഞേ. സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ തട്ടിക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുക. അവർക്ക് അത് വിശക്കണ സമയത്താണ് വെച്ചാൽ അവർ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അതായിരിക്കണം. അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. എന്താ ഏട്ടന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഏട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. എവിടെ നിന്നിട്ടാ വന്നത്? എവിടുന്ന് വന്നാലും എവിടുന്ന് വന്നെന്ന് പറയണ്ട. ഏട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പുറത്ത് പോവാണ്. അപ്പോൾ നമ്മൾ എന്താ ഇനി ഏട്ടനെ പിടിച്ച് നിർത്തണില്ല. ഏട്ടനെ അവിടേക്കൊക്കെ പോയിക്കോട്ടെ. അമ്മ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായതാ. സുകന്യ വന്നു. സുകന്യ ടേസ്റ്റ് ചെയ്ത് നോക്കണി. വാവ് പറയടി. എന്നിട്ട് വാവൂന്ന് പറയുന്നത് അതാണ് കൊടുക്കട്ടോ. എൻ്റെ കുട്ടിക്ക് ആകെ ഒന്നേ കിട്ടിയിട്ടുള്ളൂ. അവന് കൊടുക്ക്. വെറുതെ കളയാൻ വേണ്ടിട്ട്. അതാണ് എൻ്റെ ഇതെന്താ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണ ഭഗവാനെ? അതാ അതാ അപ്പൊ അവര് പേപ്പർ അപ്പളിക്കാരെ കളഞ്ഞത്. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. സൂന്യ കഴിച്ചോ? ഇതാ അപ്പയ്ക്ക് അവനായി. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ